24 എക്സ്ക്ലൂസീവ്. ഇസ്രായേൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വയനാട് സ്വദേശി ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയിൽ ബ്ലേഡ് മാഫിയ സംഘത്തിൽ ഇടപെടൽ സ്ഥിരീകരിച്ച താമരശ്ശേരി സ്വദേശിയുടെ വെളിപ്പെടുത്തൽ. ജിനേഷ് ഇസ്രായേലിലേക്ക് പോകുന്നതിന് മുൻപ് മൂന്ന് മാസം മുമ്പ് രേഷ്മയ്ക്കൊപ്പം തന്നെ കാണാൻ വന്നിരുന്നു എന്നാണ് ശ്രീഹരി പറയുന്നത്. ബ്ലേഡ് പലിശക്കാരനായ ബീനാച്ചി സ്വദേശികളും താനുമായി കേസ് നിലനിൽക്കുന്നത് അറിഞ്ഞാണ് കാണാൻ വന്നതെന്നാണ് 24-നോട് ശ്രീഹരിയുടെ പ്രതികരണം. ജനീഷും രേഷ്മയും എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ കാണാൻ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പെങ്ങാനും ഇവരൊരു വണ്ടിയിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ബാക്കിലെ സീറ്റിലിട്ടിട്ട് ഇവരെ മർദ്ദിച്ചു എന്നൊക്കെ. ജനീഷ് അല്ല, രേഷ്മയാണ് എന്നോട് പറയുന്നത്. മർദ്ദിച്ചു, എൻ്റെ മുമ്പിലിട്ടിട്ടാണ് ഏട്ടനെ മർദ്ദിച്ചത്. അപ്പോൾ രേഷ്മേൻ്റെ കൈക്കും ഇങ്ങനെ ഒരു ഇടിച്ചപ്പം പറ്റിയിട്ടുള്ളൊരു കല്ലിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയാണ്. അപ്പോൾ ജിനീഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജിനീഷിനും പുറത്തൊക്കെ പരിക്കുണ്ട്, ഒരു നല്ല മർദ്ദിക്കാൻ. അപ്പോൾ അവസാനം ഇവൾ ചാടുന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ വണ്ടി നിർത്തി ഇവർ ഇറക്കി വിട്ടതെന്നാണ് ജനീഷ് രേഷ്മ അന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇവർ വന്നത് ഞങ്ങൾ ഇതേ പ്രതികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഞങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സഹായം കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളടുത്ത് വന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ഒരു കാര്യമില്ല. എനിക്കും അതേ അനുഭവം തന്നെയാണ് ബത്തേരി സ്റ്റേഷനിൽ ഉണ്ടായത്. ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണി സന്ദേശത്തിലേക്ക് കൂടി നല്ല നിലക്ക് ഇത് ലാസ്റ്റ് ആയിട്ട് പറയാണ് ഞാൻ ഇങ്ങനെ ഇത് ലാസ്റ്റ് ആയിട്ട് പറയാണ്. ഇനി വയനാട് ചുരം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കയറുകയാണെങ്കിൽ പിന്നെ നീ ചുരം തിരിച്ചിറങ്ങുക. നീ ഇനി ചുരം തിരിച്ചിറങ്ങുക. നീ നിന്റെ കുടുംബം കാണുക. നിന്റെ മക്കൾ നിന്നെ ചെലവിൽ പറയും, ഇതായിരുന്നു എന്റെ അച്ഛൻ, ഇതായിരുന്നു എന്റെ അച്ഛൻ എന്നൊക്കെ പറയിപ്പിക്കുകയാണ്. നമുക്ക് ആ രീതിയിൽ വെച്ചായിട്ട് കാണാം എന്തായാലും കേട്ടോ. നമ്മളും അതിന് തയ്യാറായി തന്നെയാ നിക്കുന്നത്. ഇനി അത്രക്ക് വലിയ മറ്റവരാണ് കേറുന്ന കാണിച്ചു തരാം. ഇത്രയും കാലം കേറിയില്ലേന്ന്, ഇനിയും കേറുന്നു. ഇനി നല്ല തന്തക്ക് കേറടാ. കേറും കേറി കാണിച്ചരാന്ന്. തീർക്കാൻ ആളെയൊക്കെ സെറ്റാക്കി എന്നോളി, ഞങ്ങൾ നാളെ തന്നെ കേറി കാണിച്ചരാന്ന്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ. സുർജിത്ത്, ഇത്തരം മാഫിയ കൊല്ലും എന്ന് തീർക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ തമാശക്ക് തീർക്കുമെന്ന് പറയുന്നതല്ല, അത് തീർക്കാൻ വേണ്ടി പറയുന്നതാണ്. തീർത്ത ചരിത്രം അത്തരം മാഫിയകൾക്കുണ്ട്, അത് കേരളത്തിൽ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇതാരാണ് ഈ ബീനാച്ചി സ്വദേശികളായ ഈ ഗുണ്ടകൾ, ഈ തെമ്മാടിപ്പട ആരാണത്? നമ്മുടെ ആ ആത്മഹത്യ കേരളത്തിന് മൊത്തം വേദനയായ ആത്മഹത്യയാണ്, രേഷ്മയുടെ മരണം. അതിലേക്ക് ഈ സംഘത്തിന്റെ പങ്കെന്താണ്? അതാദ്യമായി കേൾക്കുകയാണ് സുർജു. ഹാഷ്മി, അത്യധികം ഗൗരവതരമായൊരു വെളിപ്പെടുത്തലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ വെളിപ്പെടുത്തൽ ശ്രീഹരി എന്ന് പറയുന്ന താമരശ്ശേരി സ്വദേശിയായ ഹോട്ടൽ നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഈ രേഷ്മയുമായി അല്ലെങ്കിൽ ജിനേഷും രേഷ്മയുമായുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാസംഘത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഈ ഒരു സംഭവത്തിന് ആധാരം. അതായത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഈ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. ബീനാച്ചി സ്വദേശികളായ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ബ്ലേഡ് മാഫിയ സംഘം. ഈ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. ആ വായ്പ എടുത്തതിൻ്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്നത് ശ്രീഹരിയുടെ ഭാര്യയുടെ പേരിലുള്ള ബ്രസ കാറാണ്. അത് തട്ടിക്കൊണ്ടുപോവുകയാണ് ഈ സംഘം ചെയ്യുന്നത്. ഈ കാർ തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോയി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചു. പക്ഷേ കൃത്യമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള സഹായവും അനുകൂലമായി ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്രീഹരി പറയുന്നത്. ബത്തേരി പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്രീഹരി വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് അഭിഭാഷക കമ്മീഷനെ പ്രൈവറ്റ് അന്യായം നൽകി അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുന്നൊരവസ്ഥയുണ്ടായി. ഈ അഭിഭാഷക കമ്മീഷൻ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഈ വണ്ടി തട്ടിയെടുത്ത് വീണ്ടും അത് പരിശോധന ഘട്ടത്തിൽ എടുത്തുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ശ്രീഹരി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും അടക്കം ശ്രീഹരിയുടെ കൈവശമുണ്ട്. അത്തരത്തിൽ ഇവരുമായി ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതറിഞ്ഞുകൊണ്ടാണ് ജിനേഷും രേഷ്മയും, ജിനേഷ് ഇസ്രായേലിൽ പോകുന്നതിന് 3 മാസം മുമ്പാണ് താമരശ്ശേരിയിലെത്തി ഇദ്ദേഹത്തെ കാണുന്നത്. ആ കാണുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ എല്ലാം തന്നെ രേഷ്മ പങ്കുവെക്കുന്നുണ്ട്. അതായത് തന്റെ ഭർത്താവിനെ താന്റെ സാന്നിധ്യത്തിൽ വെച്ച് വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചു, ക്രൂരമായ മർദ്ദനമായിരുന്നു, താൻ അതിൽ നിന്ന് കാറിൽ നിന്ന് എടുത്തു ചാടുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് മർദ്ദനം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ തുക പൂർണ്ണമായും ഈ സംഘത്തിന് തിരിച്ച് നൽകിയതാണ്. എന്നിട്ട് പോലും വീണ്ടും ഇത്തരത്തിലുള്ള പീഡനം തുടരുന്ന, അതായത് ജിനേഷിന്റെ മരണശേഷവും ക്രൂരമായ രീതിയിലുള്ള മാനസിക പീഡനം അടക്കം ഈ പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ബന്ധുക്കൾ നൽകിയ പരാതി. പക്ഷേ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണ മാഫിയ വരുമ്പോഴേക്കും പോലീസ് ഇങ്ങനെ ആമവാദം പിടിച്ച പോലാവും അന്വേഷണം. കാര്യം ഇവർക്കൊക്കെ ഇവരുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന്. ചെറിയ മാഫിയ എന്ന് പറയുന്നത്
ചെറിയ ഗുണ്ടാസംഘങ്ങളല്ല, അത് വലിയ സാമ്രാജ്യങ്ങളാണ്, അത് വലിയ തെമ്മാടി സാമ്രാജ്യങ്ങളാണ്. ആ സാമ്രാജ്യം ഒരു മനുഷ്യനെ ചുരം കയറിയ കൊന്നുകളയും എന്നൊക്കെ നേർക്കുന്നവർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടത്. അത് വെറുതെ പറയുന്നതല്ല, അവർ കൊല്ലാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ ചെയ്ത ചരിത്രം അവർക്കുണ്ട് താനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.